ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാലടയാണ് കേട്ടോ. അപ്പോൾ പാലടയ്ക്ക് വേണ്ടിയിട്ട് അട കുതിർത്താൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് കഞ്ഞിവെള്ളം ഒന്നല്ല കേട്ടോ. ആദ്യം കാണുമ്പോൾ നമുക്ക് വിചാരിക്കും കഞ്ഞിവെള്ളമാണെന്ന്. ഇത് കുതിർത്തിയ അടയാണ് കേട്ടോ. അപ്പോൾ വേവിക്കാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് കുതിർത്തി വെക്കണത്. ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കം കണ്ടപ്പോൾ വിചാരിച്ചു ഈശ്വര ഇത് കാണുമ്പോൾ വിചാരിക്കുമല്ലോ എന്ന്. നമ്മുടെ ഉരുളിയുണ്ട്, ഉരുളിയിലാണ് ഇട്ടുണ്ടാക്കണേ. ഇതിനകത്ത് ചൂടുവെള്ളം തിളപ്പിക്കും തോന്നുന്നു, എന്നിട്ട് അത് കളയും. അങ്ങനെ എന്തൊക്കെയുണ്ട് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അച്ചായി നൈസായിട്ട് ഞാൻ കാണുന്നതിന് മുന്നേ അച്ചായി ഒന്ന് പഞ്ചസാര ഇട്ടതാണ് കേട്ടോ. പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുവേ. അന്നേരമാണ് പാലടിക്കൊരു പിങ്ക് കളറ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ആദ്യം ഒരുക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇങ്ങനെ പഞ്ചസാരയിൽ അല്ല കളറ് ചേർത്തിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ അതിൻ്റെ അകത്ത് കളറ് ചേർക്കാൻ ഉപയോഗിക്കണേ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതാണ് എൻ്റെ വ്യത്യാസം. പിന്നെ ഉരുളി എന്തിനാണെന്നറിയാമോ വെള്ളം തിളപ്പിക്കുന്നത്? ഇല്ലെങ്കിൽ ഉരുളിക്കകത്ത് എന്തെങ്കിലും പുളിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പാലൊഴിച്ച് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോകും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉരുളി വെള്ളമൊഴിച്ച് തിളപ്പിക്കുന്നത്. പിന്നെ ഇത് കാരമലൈസ് ചെയ്യും. അപ്പോൾ ഒരു നല്ലൊരു കളറ് കിട്ടും. നല്ലൊരു പിങ്കിഷ് കളർ കിട്ടും. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് തന്നെ അറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനെ കളറ് കിട്ടുന്നത്. അതായത് നമ്മുടെ കൂടെ ഉള്ളവർക്ക് പോലും അറിയില്ലായിരുന്നു ഇതിന് ഇങ്ങനെ ഒരു കളറ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അല്ലെ കളറ് ചേർത്തിട്ട് ചിലർ വിചാരിച്ച് മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിന് കളറ് വരുന്നത് എന്നൊക്കെ വിചാരിച്ചവരുണ്ട്. ഇനി പെട്ടെന്ന് നോക്കിക്കോ, ഈ പാലിൻ്റെ കളറങ്ങ് മാറും, നല്ലൊരു പിങ്കിഷ് കളറാവും. പിങ്കിഷ് എന്ന് പറയാമോ? ബ്രൗൺ അല്ല, എന്നാൽ ഒരു പിങ്ക് ഷെയ്ഡ് വരും. ആ ക്യാരമല് പാലൊഴിച്ച് കഴിയുമ്പോൾ ഒരു കളർ വരില്ല, അതുപോലൊരു കളർ വരും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, വേറൊരു ടേസ്റ്റ് ഉണ്ടാവും അതിനൊക്കെ. പിന്നെ ഇതിൻ്റെ കറക്റ്റായ അളവുകളൊന്നും ചോദിക്കരുത്, കാരണം ഇത് ബൾക്കായിട്ട് ഉണ്ടാക്കണമല്ലോ. നമുക്ക് വീട്ടിലേക്ക് ഇത്രയ്ക്കുള്ള ആവശ്യം പൊതുവേ ഉണ്ടാവാറില്ലല്ലോ. നമ്മൾ ബൾക്കായിട്ടുണ്ടാക്കുമ്പോൾ ഇതൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ നമ്മൾ പാലട ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അത് പലപ്പോഴും പറ്റുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയതിൻ്റെ അംശമൊക്കെ അതിൻ്റെ അകത്ത് പറ്റി പിടിച്ചിരിപ്പുണ്ടാവും. ചിലപ്പോൾ നമ്മൾ എന്തോരം കഴുകിയാലും അത് പോകണമെന്നില്ല, നിർബന്ധമില്ലല്ലോ. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് കോരി മാറ്റി ചെയ്യുക. വറ്റിക്കല്ല, കോരി കളയും വെള്ളം. അപ്പോൾ നമുക്കിങ്ങനെ വലിയ പ്രശ്നമില്ലാതെ കിട്ടും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യുണ്ടല്ലോ, ആ നെയ്യ് ചില സമയത്ത് നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതാ നമ്മുടെ പാലൊക്കെ തിളച്ചു കേട്ടോ. പിന്നെ കുതിർത്തിയ അടയില്ലേ, അത് നമ്മൾ ഊറ്റി വെക്കണം കേട്ടോ. ഊറ്റി വെച്ചിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എന്താ പറ്റുക വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് വറ്റാൻ വേണ്ടി നമ്മൾ നോക്കണമല്ലോ. ആ സമയം എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ അട വെന്ത് കലങ്ങിപ്പോവും, ഒട്ടും പീസസ് ഉണ്ടാവില്ല നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാനൊന്നും അറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനിടത്ത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അച്ചായാണ് കേട്ടോ ഉണ്ടാക്കണേ. അമ്മ ഹെൽപ്പറായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട്. അപ്പോൾ ആദ്യം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചില കാര്യങ്ങളൊക്കെ മിസ്സായി. തുടക്കത്തിൽ പഞ്ചസാര ഇടണം മിസ്സായി, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ഞാനങ്ങനെ മിസ്സാക്കിയില്ല. അപ്പോൾ ഇടയ്ക്ക് അച്ഛൻ എൻ്റെ അടുത്ത് ഇളക്കിക്കോളാൻ പറഞ്ഞിട്ട് എന്താ പറയുക, അണ്ടിപ്പരിപ്പും ഒക്കെ നെയ്യിൽ വാട്ടാൻ പോയി കേട്ടോ. ഇത് ഏലക്കപ്പൊടിയാണ് കേട്ടോ. എനിക്ക് പായസത്തിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ, പായസത്തിൽ നിന്നല്ല ഫ്ലേവറിങ്ങിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഏലക്കയുടെ മണമാണ്. എനിക്കിഷ്ടമില്ല സാധനം. പക്ഷെ എന്നാലും പായസമാകുമ്പം ഇതൊക്കെ ഇട്ടാലാണല്ലോ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഒരു മണമൊക്കെ വരുമ്പോഴല്ലേ ഒരു സംതൃപ്തി, അങ്ങനെയാണല്ലോ. അപ്പോൾ പൊടിച്ചതാണ് കേട്ടോ ചേർത്തത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുതിർത്തിയ അടയൊക്കെ ചേർക്കുക. ഇവിടെ ഇങ്ങനെയാണ്, ഓരോരുത്തരും ഒരേപോലെയാണ് കേട്ടോ ഉണ്ടാക്കുക. ഇത് നമ്മൾ കുതിർത്തി അടയാണ് കേട്ടോ. അത് അട കുതിർത്തി എടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ അടയിട്ടു. അടയിട്ടിട്ട് അങ്ങനെ ഒരുപാട് നേരമൊന്നും ഇളക്കില്ല, ഒരുപാട് നേരം ഇളക്കില്ല എന്നല്ല, അടി പിടിക്കരുത്. അടി പിടിക്കാതെ ഇങ്ങനെ
ഇളക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ മറ്റേ ഗോതമ്പ് പായസം കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അച്ചമ്മയും അച്ഛയും ഒക്കെ പിന്നെ മാമനും ആരാണോ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവർ അതിങ്ങനെ കൈവിടാതെ അവരിങ്ങനെ ഇളക്കി 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 വറ്റിക്കും വെള്ളം. അതൊക്കെ ഞാനിങ്ങനെ കണ്ട് വളർന്നത് കൊണ്ട് കേട്ടോ. അവരിങ്ങനെ ഇളക്ക് നിർത്തേ ചെയ്യില്ല, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും കണ്ടിന്യൂസ്, ഒരു സൈഡിൽ പോലും ഇങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നെയ്യ് അണ്ടിപ്പരിപ്പ് വറുക്കാൻ വേണ്ടിയിട്ട്. അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടുള്ളൂ കേട്ടോ, മുന്തിരിങ്ങ ഇടാറില്ല. കാരണം മുന്തിരിങ്ങയ്ക്ക് പുളിയല്ലേ, അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പാല് പിരിഞ്ഞു പോയാലോ, അതുകൊണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടുള്ളൂ, മുന്തിരിങ്ങ ഇടില്ല കേട്ടോ. പിന്നെ ഇതിട്ടിട്ട് ഞാൻ ഇളക്കായിരുന്നു. അപ്പോൾ ചെറിയ ഇളക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഇളക്കൊക്കെ നിർത്തി. അപ്പോൾ അതൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. എന്താ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അയ്യോ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആ ചൂടനോടെ തന്നെ ചേട്ടന്ന് മേടിച്ചു. പക്ഷെ നൈസായിട്ട് എൻ്റെ കൈ പൊള്ളിയാനെ, കാരണം ഞാൻ അടി പിടിച്ചിട്ട് പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോൾ എൻ്റെ വിരലിലായി. അത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കണ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ ലാസ്റ്റ് ബിരിയാണി കാണിച്ചു തരുമെന്ന്. പക്ഷെ അത് നമ്മുടെ വീട്ടിൽ വെച്ച് ദം പൊട്ടിച്ചില്ല, അത് ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴാണ് ദം പൊട്ടിച്ചത്. അപ്പോൾ എന്തോ പറ്റി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് എന്തോ ഒരു എൻഡിങ് ആയി പോയി എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കും, എന്താണ് ലാസ്റ്റ് എന്ന് കാണിക്കും വിചാരിച്ചു. അപ്പോൾ ചൂടൊക്കെ ആറി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. എനിക്ക് പണ്ട് ഇഷ്ടമില്ലായിരുന്നു പായസമൊന്നും, പക്ഷേ എനിക്കിപ്പോൾ ഇഷ്ടമാണ് കേട്ടോ. കാരണം പണ്ട് ഞാൻ എന്നൊന്നും കഴിച്ചുകൊണ്ടിരുന്നു, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എപ്പോഴും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് പായസം വെറുതെ കഴിക്കണേക്കാളും എനിക്കിഷ്ടം പപ്പടമൊക്കെ കൂട്ടി കഴിക്കുന്ന. പഴം എനിക്കിഷ്ടമല്ല കൂട്ടി കഴിക്കുന്ന, പക്ഷെ പപ്പടം കൂട്ടി കഴിക്കുന്ന ആ ഉപ്പൊക്കെ ചെല്ലുമ്പം ഞാൻ ഒരുപാട് മധുരം കഴിക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ എന്നാലും പപ്പടത്തിൻ്റെ ഉപ്പൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കുറേ പപ്പടം കൂട്ടിയിട്ട് കുറച്ച് പായസം കഴിക്കും, അങ്ങനെയാണ്. അതുപോലെ ചോറുണ്ണുമ്പോൾ കുറേ കറി എടുത്തിട്ട് കുറച്ച് ചോറെടുക്കും, അങ്ങനെയാണ്. അപ്പം നമ്മുടെ പാലട കഥ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറൊരു ദിവസം വേറൊരു വിശേഷമായിട്ട് കാണാം കേട്ടോ. ബായ്.